Hi guys, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ കഴിഞ്ഞ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 weeks ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം അന്നേരം എനിക്ക് 250 അല്ല 150 250 200 അത്രയാണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി. ഇപ്പോൾ അത് 500ലേക്ക് റീച്ച് ആവാനായിട്ട് ഇനി ഒരു കുറച്ച് മെമ്പേഴ്സും കൂടി മതി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ മൂക്കുത്തി വീഡിയോ 10K+ വ്യൂസ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ വീഡിയോ 10K+ വ്യൂസ്, അത്രയും പേർക്ക് അത്രയും മിനിറ്റ് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമ്മൾ ഈ നവംബർ 1 വരുമ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് 1 year ആവാണ്. അതിനുള്ളിൽ 1K എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറേ നാളൊന്നും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ചാനൽ ഇങ്ങനെ താഴ്ത്തിക്ക് ഡൗണായി വന്നു. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടൻസ് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്, വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കല്ല, ഇപ്പോൾ തന്നെ ഒരു വിധം പേര് ചോദിച്ച് എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന്. എനിക്കപ്പോൾ ഞാൻ കോച്ചിങ്ങിന് പോകുമായിരുന്നു +2 കഴിഞ്ഞിട്ട് നിഫ്റ്റിൻ്റെ. അപ്പോൾ നിഫ്റ്റ് എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പോൾ നിഫ്റ്റ് NID ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. 2 എക്സാം എഴുതി, നിഫ്റ്റ് കിട്ടി. അപ്പോൾ അത് പറയാനായിട്ടാണ്, അതിനെപ്പറ്റി വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ പ്രാവശ്യത്തെ നിഫ്റ്റ് എഴുതിയോ അതിന് മുന്നേ നിഫ്റ്റ് എഴുതി പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിഫ്റ്റിനെ പറ്റിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കമൻറ്റ് ചെയ്യാം. ഇതൊരു എൻട്രൻസ് എക്സാമാണ്, ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമാണ്. എന്തായാലും എനിക്ക് അതിനകത്ത് കിട്ടി. ഇപ്പോൾ ഈ മന്ത് 11th എനിക്ക് കൗൺസിലിംഗ് ആണ് കണ്ണൂർ വെച്ചിട്ട്. അത് കഴിഞ്ഞ് കോളേജ് ഉണ്ടാവും. കോളേജ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നിഫ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ചെയ്യാൻ പോണത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇന്നൊരു റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഫേസ് എൻ്റെ ഷീറ്റ് മാസ്കിനെ പറ്റിയിട്ട്. കൊറിയൻ സ്കിൻ കെയർ ഒക്കെ നല്ല ട്രെൻഡിങ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനകത്ത് ഒരു നല്ല റിവ്യൂ, നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു അടിപൊളി ബ്രാൻഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ ഒരു കുട്ടി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ടാണ്. അതാണ് മുഖത്ത് ഇത്രയും നമ്മൾ ഗ്ലോ ആയിട്ടിരിക്കണില്ല. ഞാനത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെയാണ് ഞാനിപ്പോൾ ഇൻട്രോയും ഈ സംഭവമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടുനോക്കാൻ ഈ ഒരു മാസം കൊണ്ട് 42 ഷെയർ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു മാസം കൊണ്ട് 42 ഷെയർ നമുക്ക് ഒരു വീഡിയോന് കിട്ടുന്നത്, മൂക്കുത്തി വീഡിയോന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ 150+ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് 1 month. അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് 2 മെറാബൽ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ സ്പെല്ലിങ് എനിക്ക് അറിയില്ല, പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ഷോപ്പിലുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു എസെൻഷ്യൽ ഫേഷ്യൽ ഷീറ്റ് മാസ്കാണ്. എൻ്റെ ഉള്ളത് 2 എണ്ണമാണ്. ഒരെണ്ണം റോസും ടർമറിക്ക്. അപ്പോൾ റോസ് ഞാൻ എന്തായാലും മുന്നേ ഉപയോഗിച്ച് നിങ്ങളോട് പറയുമ്പോൾ റിവ്യൂ പറയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു. അടിപൊളിയാണ്. ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു തണുപ്പായിരിക്കും. ഫുള്ളിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ നമ്മുടെ തലയിൽ ഇപ്പോൾ ഏതെങ്കിലും ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ടാവില്ലേ, അതുപോലെ മുഖം ഇങ്ങനെ നല്ല. അതിട്ട് കഴിഞ്ഞ് നമ്മൾ മൊത്തം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ഉള്ള ടൈമിലാണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടേണ്ട ഒരു ഇത് പോകും. നല്ല കൂടുതലും ഫേസ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രാത്രി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ എവിടെയും പോവാത്ത ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് മെയ്ഡ് ഇൻ കൊറിയയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൊറിയ പ്രോഡക്റ്റ്സ് നമുക്ക് മെയ്ഡ് ചെയ്യാൻ കിട്ടുമ്പോൾ വേറെയും കുറച്ച് ഷീറ്റ് മാസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയാനായിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇംഗ്ലീഷിലാണ് എല്ലാ കാണാൻ പറ്റുന്നുണ്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ
മാത്രമല്ല ഇതിന് ആകെ 130 റുപ്പീസ് ഉള്ളൂ. 130 റുപ്പീസിന് നമുക്കിത് കിട്ടും. ഇതിനേക്കാളും വില കുറവിലെല്ലാം നിങ്ങൾക്ക് ഒരു 80 റുപ്പീസ് മുതൽ ഷീറ്റ് മാസ്ക് എല്ലാം മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ ഇത് മേടിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈറ്റിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റിൽ നല്ല റിവ്യൂ ആണ്. അത് മേടിച്ചിട്ട് ഇപ്പോൾ 1 മാസമായി. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചിരുന്നത്. ഈ റോസിൻ്റെ പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, സ്കിന്നിലെ ഓയിൽ ബാലൻസ് പിന്നെ സ്മൂത്ത് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ റോസിൻ്റെ ഇത്. പിന്നെ ടെർമറിക് എന്ന് പറയുന്നത് സെയിം ഇതിനകത്ത് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്ക് അല്ല, നമുക്ക് ഒരു സ്മൂത്ത്നെസ്സും പിന്നെ ഒരു ഫ്രഷ്നെസ്സും കിട്ടാനായിട്ട് സ്കിന്നിന് ഒരു എസെൻഷ്യൽ ഓയിൽസൊക്കെ നമ്മൾ തട്ടി കൊടുക്കില്ലേ, അതിന് പകരമായിട്ട് നമ്മളൊരു ഫേസ് പാക്കിന് പകരം ഒരു ഷീറ്റ് മാസ്ക് നമ്മൾ എല്ലാവരും മിക്കവരും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് നല്ല അടിപൊളി പാക്കേജിങ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്. രണ്ടിനും സെയിം റേറ്റാണ്, 130 റുപ്പീസാണ്. ഇതനുസരിച്ച് ഇത് മാറുന്നൊന്നുമില്ല, റേറ്റും മാറുന്നില്ല. ഫസ്റ്റത്തെ കാര്യം ഇതിനകത്ത് ഓയിൽ ബാലൻസിങ് ആണ്. ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ല സംഭവമാണിത്. കാരണം എല്ലാത്തിലും ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും ഇതാണ്, ബാക്കി എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓയിൽ ബാലൻസിങ് എന്നുള്ള സംഭവമാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. കാരണം ഒരു എക്സസ് ഓയിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കൊരു നോ മേക്കപ്പ് ലുക്ക് പോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് ഒരു 15 to 20 minutes ആണ് കൊടുത്തേക്കണം. അല്ല 10 to 20 minutes ആണ്. ഞാൻ 15 minutes ആണ് ഇത് വെച്ചുള്ളൂ. പിന്നെ എൻ്റെ ഫേസ് മാസ്ക് നോർമലി ആദ്യം തന്നെ നമ്മൾ ഫേസ് ഒന്ന് കഴുകിയിട്ട് ടവൽ വെച്ച് തുടയ്ക്കുക, ഇത് മാസ്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 10-20 മിനിറ്റിനുള്ളിൽ അത് എടുത്ത് മാറ്റിയിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. എല്ലാവരും ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ല ഫേസ് മാസ്ക് ഇട്ടാലും അല്ലെങ്കിൽ ഷീറ്റ് മാസ്ക് ഇട്ടാലും നമ്മൾ മസാജ് ചെയ്യുക. പിന്നെ അങ്ങനെ തന്നെ കഴുകാതെ അങ്ങനെ തന്നെ വിടുക, കഴുകിക്കളയുന്ന കാര്യമില്ല. അത്രയും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ എല്ലാം ചെയ്യണ പോലെ തന്നെയാണ്. ഞാൻ ഫേസ് എന്തായാലും വാഷ് ചെയ്തിട്ടാണ് ഇരിക്കണത്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്തായാലും ഓയിൽ വീണ്ടും വന്നു. അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരുപാട് ഇങ്ങനെ പ്രോഡക്റ്റ് ഇങ്ങനെ ഒഴുകി നടക്കാൻ അതിനകത്ത് എല്ലാം അടി വന്നിരിക്കുകയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇതിനകത്ത് നിറച്ചും പ്രോഡക്റ്റാണ്. പിന്നെ കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുതലുള്ള കുരുവിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. കണ്ണ് എഴുതിയതുള്ളൂ, അല്ലെങ്കിൽ എന്തോ പനി പിടിച്ച പോലെ ഇരിക്കും മുഖം, അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പാടാണിത്. നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് തരാണെങ്കിൽ സിമ്പിളാണ്. എന്നാലും നമ്മൾ എല്ലാ ഷീറ്റ് മാസ്കും പോലെ തന്നെ ഇതും എൻ്റെ നല്ല വലിയ നെറ്റിയുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. കണ്ടോ, അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. നമുക്ക്
ഇവിടെ ഞാനൊരു മിറർ വെച്ചിട്ടുണ്ട്, അതാണ് അങ്ങനെ നോക്കാതെ. 20 minutes കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇപ്പം കറക്റ്റ് 20 minutes ആയിട്ടുണ്ട്. നല്ല നല്ല തണുപ്പാണ്, തൊട്ടിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇനിയും പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിത് എന്ത് ചെയ്യാം, ഇതിങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പോണേന്. റീയൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്കിത്, ഒരിക്കലും റീയൂസ് ചെയ്യരുത്. കാരണം സോറി, മഞ്ഞളുടെ ഒരു ടേസ്റ്റാണ് മൊത്തം. സാധാരണ നമ്മൾ മഞ്ഞൾ ഇങ്ങനെ അരച്ച് മുഖത്തിടില്ലേ, അപ്പോൾ ഒരു ചെറിയ പൊള്ളലിൻ്റെ ഒരു ഫീൽ ഉണ്ടാവില്ലേ, പിന്നെ ആ ഒരു സ്മെല്ലും ഒക്കെ മഞ്ഞളിനെ പോലെ തന്നെ ഉണ്ട്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സെറം തീർന്നിട്ട് നമ്മുടെ മുഖത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലും വാട്ടർ കണ്ടൻ്റൊക്കെ ഇത് വലിച്ചെടുക്കും. അതുകൊണ്ട് ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരൊറ്റ പ്രാവശ്യത്തേക്കുള്ളതാണ്. ഇത് തുറക്കാതെ ഓക്കെ. ഇതിൻ്റെ ഉള്ളിലുണ്ട് പ്രോഡക്റ്റ്. ഞാനിത് കുറച്ച് കഴിയുമ്പോൾ കയ്യിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. ഇപ്പം എന്തായാലും വീഡിയോ ചെയ്യാനുണ്ട്, ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പം നമുക്ക് നമ്മൾ കഴുകി കളയരുത് കേട്ടോ. എസെൻഷ്യൽ ഓയിൽസും പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് 3-4 എസെൻഷ്യൽ ഓയിൽസാണ് ഇതിനകത്തുള്ളത്. അത് നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ മുഖത്തേക്ക് നല്ലോണം വലിഞ്ഞ് പോകും. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വലിഞ്ഞു. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിരിക്കും നമ്മുടെ ഫേസ്. പിന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഇത് അത്ര അടിപൊളിയായിരിക്കും. അവർക്കാണ് പെട്ടെന്ന് നമുക്കൊരു സോഫ്റ്റ്നെസ് തോന്നിക്കുക. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ്, അത്ര ഡ്രൈ അല്ല. ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ കൺട്രോളിങ് ആണ്, ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും. പിന്നെ ഇത് ഞാൻ ഒരു ഫ്രണ്ടിനും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് മേടിച്ചത്, ഓർഡർ ചെയ്തത്. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ വേറൊരു സെറ്റും കൂടെ മേടിച്ചു. ഞാൻ എന്തായാലും ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് ഇങ്ങനെ വലിഞ്ഞ് തുടങ്ങുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ കണ്ണാടി വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ നോക്കണം. അപ്പോൾ എന്തായാലും അടിപൊളി സാധനമാണ്, മേടിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണെല്ലാം ഓൺ ചെയ്തിട്ട് പോവാം.